രാഹുൽ ഗാന്ധി എംപിയുടെ 2019 ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിപ്പിക്കണമെന്ന ആഹ്വാനവുമായി UDF മീനങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൺവെൻഷനിലും തുടർന്ന് ടൗണിലൂടെ പ്രകടനമായി എത്തി നടത്തിയ ഓഫീസ് ഉദ്ഘാടനത്തിലും ഘടകകക്ഷികളിലേതടക്കം 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഏറെ വൈകിയാണ് UDF പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. 2019 ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുന്ന സമയത്ത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി MP 6630 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെങ്കിൽ ഇപ്പോൾ അതിലുമേറെ മുന്നേറാനുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് യോഗം വിലയിരുത്തി. രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ വയനാടൻ ജനതയ്ക്കായി ചെയ്ത നിരവധി പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ബൂത്ത് തലത്തിൽ പ്രചാരണം ഊർജിതമാക്കണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ഇവിടെ 6000 എന്നുള്ളത് കാരണം ഇവിടെ LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ 6000ലേക്ക് എത്തിയത്. LDF പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6000ലേക്ക് എത്തിയത്. ഇപ്പൊ നമ്മളാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. നമുക്കൊരു 8000-10000 അടുത്തൊരു ഭൂരിപക്ഷം നമുക്ക് പിടിക്കാൻ കഴിയണം. കാരണം ഇന്നലെ ദേശീയ നേതാക്കൾ KC വേണുഗോപാലടക്കമുള്ള സംസ്ഥാന നേതാക്കളടക്കം പറഞ്ഞു എത്ര വോട്ടിന്റെ ലീഡ് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് തന്നെ കൈപൊക്കി 1,00,000 വോട്ടിന്റെ നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ പ്രതിപക്ഷത്താണ്. പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും മീനങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, മാടക്കര അബ്ദുള്ള, KE വിനയൻ, DP രാജശേഖരൻ തുടങ്ങി വിവിധ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.